ഹായ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഓക്കെ ബേബി ദേ വണ്ടിമേ കയറിയിരിക്കാണ്. അപ്പൊ ഇന്നത്തെ മെയിൻ പരിപാടി ഈവനിങ്ങില് നമ്മള് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ബർത്ത്ഡേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ ബർത്ത്ഡേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാലി ഒന്നും ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കാണ്ട് പോകാൻ പറ്റുമോ? ഗിഫ്റ്റ് വാങ്ങിക്കണം. അപ്പോൾ എവിടെ നിന്ന് വാങ്ങിക്കാം ഗിഫ്റ്റ്? ലുലുന്നാ? ഓക്കെ, അപ്പോൾ നമുക്ക് ലുലുവിൽ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാം. ബേബി ഇത് റെഡി ആയിട്ടിരിക്കുന്നു. വാ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് നേരെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ഗിഫ്റ്റ് കൊണ്ട് നമുക്ക് എന്തായാലും ബർത്ത്ഡേ പരിപാടിക്ക് പോകാം. ഓക്കെ, കമോൺ. ഓക്കെ, പോവല്ലേ? എല്ലാവരും റെഡി. ബേബി എടുക്കും. നമ്മൾ ലുലുവിൻ്റെ അടുത്ത് എത്തിയാണ്ടില്ലേ? ഇനിയിപ്പോൾ ലുലുവിൽ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള പരിപാടിയില്ല. ബേബി ഇതേ ഇപ്പം തന്നെ ചിപ്സൊക്കെ തിന്നോടിക്കാണ്ടില്ലേ? ചിപ്സ് തിന്നിട്ടാണ് പോകുന്നത്. ബേബി ഈ കവറൊന്നും ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ലുലുവിടെ കയറി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗിഫ്റ്റ് അടിക്കാൻ പോകുന്നത്. വാപ്പ ഫസ്റ്റ് മലബാർ ഗോൾഡൻ വീട്ടിലേക്ക് പോകുന്നത്. അതുകഴിഞ്ഞിട്ട് നമ്മൾ ഗിഫ്റ്റ് അടിക്കാൻ പോയിക്കും. നമുക്ക് ഗിഫ്റ്റ് അടിക്കുന്ന അവിടെ അല്ലേ? മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളും അങ്ങോട്ടേക്ക് പോകുന്നത്. ഫസ്റ്റ് നമ്മളപ്പോൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് കയറാം. അത് കഴിഞ്ഞിട്ടേക്ക് നമ്മൾ ഗിഫ്റ്റ് അടിക്കാൻ പോകണം എല്ലാവർക്കും എത്തിയിട്ട്. നമ്മുടെ മുമ്പത്തെ പ്ലാനിങ് ഒക്കെ അങ്ങനെ ഇല്ല. ഇപ്പം നമ്മുടെ പ്ലാനിങ് ഇങ്ങനായി. അവിടെ നമ്മളിപ്പോടെ അപ്പോൾ നമ്മളാരും കയറുന്നില്ല. ഞാനും ഉമ്മ മാത്രം ഇവിടെ ഇരിക്കാൻ പോണ്. നോക്ക്, നേരിൽ തന്നെ കാണാനുണ്ട്. രസമാണ്. നോക്ക്, ഇതാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ലുലു. ഇവിടെ ഏറ്റവും തിരക്കുള്ള ലുലുവാണ്. വലിയ തിരക്ക് ഫീൽ ചെയ്യാറ്. അല്ലെങ്കിൽ നാട്ടിലൊക്കെ വന്നാൽ നല്ല തിരക്കായി ഇവിടെ. ചാല് സെലക്ട് ചെയ്താണത്. ഓ മൈ ഗോഡ്, ഡ്രോൺ ആണത്. ബേബി സെലക്ട് ചെയ്തോട്ടെ. ഓ ജീപ്പാണ്. ഓ ഹാനി. അതെ, നിങ്ങൾ എല്ലാരും കൂടി നിന്ന് കൊടുത്തോ. അതെ, ബില്ലടിക്കാൻ നിൽക്കും. ബില്ലടിക്കാൻ അവളെന്നെ മാറ്റി. ഇപ്പൊ വേറെ എടുത്തോളൂ. അവൾക്ക് ആ ചെറുത്ത് കൊടുക്കാൻ തോന്നുന്നില്ല. ഇനി ഇവിടുന്ന് ബില്ലടിച്ച് കഴിഞ്ഞു. ഞങ്ങൾ ഓൾറെഡി കുറച്ച് ലേറ്റായി. അവിടെ കേക്ക് കട്ട് ചെയ്യാൻ ആൾക്കാരൊക്കെ എത്തി. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് ബാഗ് ഇത് പാക്ക് ചെയ്യിപ്പിച്ചിട്ട് പോണം. പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഗിഫ്റ്റ് വാങ്ങിച്ചത് പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതാണ് ബേബി മറ്റേ ചെറിയ കാർ കൊടുത്ത് മാറ്റി. ചെറിയ കാർ എടുത്തപ്പോ ബേബിക്ക് ഇഷ്ടായില്ല. അവളെന്നെ എടുത്തതായിരുന്നു. പിന്നെ അവള് ചിന്തിച്ചപ്പോ മറ്റേത് വലുതല്ലേ, ഞാൻ ഇത്ര ചെറുത് കൊടുക്കണോ? വലിയ കാർ എടുത്തോ? എനിക്ക് തോന്നുന്നുണ്ടല്ലോ ശരിക്കും അവൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടായിരിക്കും അവളത് എടുത്തത്. കൊടുക്കാനൊന്നല്ല. എന്തിനത് പൊതിയിടുന്ന്. അതെ അതെ അതെ. ഓടാണ് ഗൈസ്. ഓടിക്കോ. നമ്മള് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചത് നമ്മള് പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങിയാണ് ലുലുവിന്റെ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഹോട്ടലിൽ പോകണം. ഹോട്ടലിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ അങ്ങനെ എല്ലാവരുടെ ഇപ്പൊ ഇറങ്ങി. ഞങ്ങളുടെ ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോണ്. ഞങ്ങളുടെ സ്ഥലം എത്തി. ഉള്ളിലേറാൻ പോണ്. എല്ലാവരും ഇറങ്ങിയില്ലേ? ദാ സൈഡിലൊക്കെ ഇട്ടാ സാനി. ഓക്കെ, അപ്പൊ ലോക്കൊക്കെ ഇട്ടു. നമ്മളുടെ ഇവിടെ ഉള്ളിലേറാൻ പോണ്. ഇതാണ് ഹോട്ടൽ. ഇതാണ് സജിത്ത്. ഇപ്പൊ വീഡിയോയിൽ ആർക്കും പരിചയം ഉണ്ടാവില്ല. കാരണം ഫ്രണ്ടിന്റെ ബർത്ത്ഡേ, ഫ്രണ്ട് മോള് ബർത്ത്ഡേ എന്ന് പറഞ്ഞു. പക്ഷെ സൈറ്റേട്ടൻ്റെ അല്ല, സൈറ്റേട്ടനെ കൂടെ ജോലി ചെയ്യുന്നതാണ്. അതെന്താ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഇതാണ് ആദർശ്. ആളുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പൊ ബർത്ത്ഡേ കാരണം ഭയങ്കര
ബേബി കൊടുക്കും. ആ അതെ, ഇതെല്ലാം ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരാണ്. ഇതെല്ലാം എന്റെ സ്റ്റുഡൻസ് ആണ്. എല്ലാവരും വാട്ടർമെലൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഭയങ്കര ഡാൻസാണ് അവിടെ. ഭയങ്കര ഡാൻസാണ് ഹീറോ അവിടെ. പിള്ളേരില്ലല്ലോ. ആ കാരണം പോലെ ഓ സ്റ്റെപ്സ് കൈ കൊണ്ട് ഇപ്പഴെന്നെ ജ്യൂസ് കുടിച്ചില്ലേ. ഇപ്പൊ അടുത്ത പാട്ടാണ് പോലെ വീട്ടിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഭയങ്കര ഡാൻസ് ഇല്ല. ഡാൻസിൽ തന്നെ ഭയങ്കരമായിട്ടില്ല. പാർട്ടി അല്ലാതെ ബുഫൊക്കെ കഴിക്കാൻ ഇതൊക്കെ ഉണ്ട്. ജ്യൂസ് അവർക്ക് ഇപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് എമിലിന്റെ കേക്ക് കട്ട് ചെയ്യാൻ പോണ്. ബുഫയും ഉണ്ടാവും. പരിപാടി ഇപ്പം ഉണ്ടാവും. പിന്നെ ബിരിയാണി റൈസ് ഇതിലുണ്ടാവും, ചിക്കൻ കറി ഇതിലുണ്ടാവും, ദാൽ ഇതിലുണ്ടാവും. അങ്ങനെ ഓരോ സ്ഥലത്തിനൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടി വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. സ്പൂണും ആണ് ഇവിടെ വേറെ സാധനം ഉണ്ടാവും. പായസം ഇവിടെ ഉണ്ടാവും, സ്പൂണ് പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ നല്ല സിറ്റി സ്പേസ് ഉണ്ടാവും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം കിട്ടും. അത് ചിലപ്പോൾ ബാത്റൂമെല്ലാം കിട്ടില്ല. ഇപ്പോൾ ബാത്റൂം ഇവിടെ ഇതൊക്കെ സ്റ്റേജിലേക്ക് കേക്ക് കട്ട് ചെയ്യേണ്ട ശാല അവിടെ കട്ട് ചെയ്തു. അവിടേക്കും ചിലപ്പോൾ ആ ഭാഗം ഉപയോഗിക്കുന്നുണ്ടാവില്ല. അവിടേക്കും ആ കസാലകളൊക്കെ ഉണ്ട് വെച്ചേക്കുന്നത്. നല്ല സിറ്റിംഗ് സ്പേസ് ഉള്ള സ്ഥലമാണ് ഇവിടെ. നല്ല സിറ്റിംഗ് സ്പേസാണ് ഇവിടുത്തെ. പുറത്തുനിന്ന് സിനിമ എന്നൊക്കെ കാണുമ്പോൾ നല്ല കുഞ്ഞി സ്ഥലമൊക്കെ പിടിച്ചിട്ട് വലിയ സിറ്റിംഗ് സ്പേസാണ്. അവിടെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് എല്ലാം കൊടുക്കാൻ പോകുന്നു. അവിടെ എല്ലാവരുടെയും കേക്ക് എടുക്കാൻ പോകുന്നു. എല്ലാവരും കേക്ക് എടുക്കില്ല. എല്ലാവരും കേക്ക് എടുക്കില്ല. എല്ലാ കേക്ക്
സ്ട്രോബെറി മേലെ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടാകും. എനിക്ക് ചോക്ലേറ്റ് അതിനില്ല. അങ്ങനെ പോയി അവർക്ക് ഡാൻസ് അറിയാൻ വേണ്ടി പോയിട്ടുണ്ട്. ഹീറോണ്ട് ആ കുട്ടി ഭയങ്കര തീർച്ചയായിട്ടും ഇതിനൊക്കെ പോയിട്ടുണ്ട്. കൂടി അമ്മ നോക്കിട്ടെ ഡാൻസ് കളി. ഹീറോ അവിടെ ഭയങ്കര ഡാൻസ് ടീംസ് ഇപ്പൊ അവിടെ ഭയങ്കര ഡാൻസാണ്. ഡാൻസിനുള്ള എനർജി കഴിഞ്ഞു. ആ ഡാൻസിനുള്ള എനർജി ടിപ്സ് കിട്ടി. അവനിപ്പോഴല്ലേ വന്നതാണ്. ഇത് വിനയ് റോഷ് എന്റെ സ്റ്റുഡന്റ് ആണ്. ഇതുപോലെ നല്ലൊരു സ്റ്റുഡന്റ്. നേരത്തെ താറ ഇതായിട്ട് പതിപ്പിച്ചില്ല. ഇതാണ് വിജേഷ് മാനേജർ. ഓക്കെ, ഇതിനു മുമ്പ് നമ്മള് മറ്റേ ബീച്ചിൽ പരിപാടി നടത്തിയ സമയത്ത് വീഡിയോ എടുത്തില്ല. അപ്പൊ അത് കാരണം ഒരുപാട് ഫാമിലി എന്നാണ് ചോദിച്ചത്. വിജേഷിനെ കണ്ടില്ലല്ലോ. ഇത് വിജേഷ് നിന്നെ സിനിമയെ എടുത്ത് മാത്രമല്ലേ ഇന്നത്തെ ഈ ഒരു ഗ്യാതറിംഗിന് 3 ദിവസം സ്റ്റോപ്പ് ചെയ്ത് പരിപാടികളെല്ലാം എല്ലാവരും ഹായ് പറഞ്ഞേ. Bye.